മക്കളില്ലാതെ കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനായി പ്രാർത്ഥിച്ച് ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ദുനിയാവിൽ. എന്നിട്ടും ഇങ്ങനെയുള്ള പിശാചുകൾക്കാണല്ലോ ദൈവം മക്കളെ കൊടുക്കുന്നത്. പനവൂരിലെ ആ കുഞ്ഞു മോൻ്റെ വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാവും. നെഞ്ചു തകരാതെ ആർക്കെങ്കിലും അത് വായിച്ചു തീർക്കാൻ പറ്റുമോ? സ്വന്തം ചോരയായ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട പെറ്റമ്മയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മൃഗവും ചേർന്ന് ആ പിഞ്ചു കുഞ്ഞിനെ തല്ലിക്കൊന്നിരിക്കുകയാണ്. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചതാണെന്നാണ് ആ പാപികൾ ആദ്യം പറഞ്ഞത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ആ 1.5 വയസ്സുകാരൻ അനുഭവിച്ച നരകയാതന പുറത്തറിഞ്ഞത്. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകൾ, അതിക്രൂരമായ ഉപദ്രവം കാരണം ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിലെ തൊലി വരെ ഉരിഞ്ഞു പോയിരിക്കുന്നു. ഒന്നാലോചിച്ച് നോക്ക്, 1.5 വയസ്സ്, ശരിക്കും സംസാരിക്കാൻ പോലും അറിയാത്ത പ്രായം. വിശക്കുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മയെന്ന് വിളിച്ച് കരയാൻ മാത്രം അറിയുന്ന ഒരു കുരുന്ന്. ആ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? അവന് വേണ്ടായിരുന്നെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തൂടായിരുന്നോ? ഇവരെയൊക്കെ വെറുതെ വിടരുത്. നമ്മുടെ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ തിരുത്തേണ്ട സമയം എന്നോ അതിക്രമിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് നിയമത്തിലുള്ള ഭയമില്ലാതാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ക്രൂരതകൾ ആവർത്തിക്കപ്പെടുന്നത്. ഈ പിശാചുക്കൾക്ക് ജീവിതത്തിൽ ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരമാവധി ശിക്ഷ തന്നെ നൽകണം. ആ മോൻ്റെ ദയനീയമായ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. മോനെ, ഈ ക്രൂര ലോകത്തോട് ക്ഷമിക്കുക, മാപ്പ്. ഇനിയൊരു കുഞ്ഞിനും ഈ ഗതി വരാതിരിക്കട്ടെ.